വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ കറന്റ് നടക്കുന്ന ഇഷ്യൂ അറിയാലോ. അപ്പോൾ മല്ലിക ചേച്ചിയുടെ രാജ്യം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിക്ക് എന്താ തോന്നുന്നത്? അത് ചേച്ചിക്ക് സപ്പോർട്ട് എന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്കറിയില്ല ചേച്ചി അങ്ങനെ എന്താന്ന് രാജിവെച്ചെന്ന് വിവരം എനിക്കറിയില്ല. ചേച്ചി ഇന്നലെ ചോദിച്ച ചോദ്യങ്ങൾക്കും അവിടെ മറുപടി അവർ പറഞ്ഞില്ല. ചേച്ചി പല ചോദ്യങ്ങളും അവിടെ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ടാണ് പോയത്. പിന്നെ എന്താണ് അങ്ങനെ ഒരു രാജിയിലേക്ക് വന്നതെന്ന് എനിക്കറിയില്ല സത്യത്തിൽ. ഇപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും ലക്ഷ്മി പ്രിയക്കെതിരാണ്. പ്രത്യക്ഷത്തിലൊന്നും ഞങ്ങൾ കാണുന്നില്ല. നിങ്ങൾ സംസാരിക്കുന്ന പ്രിയക്കെതിരെ പറയുന്ന വാക്കുകൾ മാത്രം ഞങ്ങൾ പ്രഷർ കേൾക്കുന്നുള്ളൂ, അല്ലെങ്കിൽ മീഡിയാസ് പറയുന്നത്. പക്ഷെ അവിടെ എന്താ നടക്കുന്നത് ഞങ്ങൾക്കറിയില്ല. എന്തോ ലക്ഷ്മി എന്തോ ചെയ്യുന്നു, എന്തോ പറയുന്നു പുരുഷന്മാർക്കെതിരെ. എന്താണ് ഈ സ്ത്രീ ഇങ്ങനെ രീതിയിലാണ് നിങ്ങൾ അവിടെ നിന്ന് എല്ലാ ഓരോ മെമ്പേഴ്സും പറയുന്നത്. പുരുഷന്മാർക്കെതിരെ പറഞ്ഞു ലക്ഷ്മിപ്രിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ മറുപടി ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കാൻ ശ്രമിക്കാം. അല്ല, എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയണത്? എല്ലാവരും വന്ന ലക്ഷ്മി പ്രിയക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് പറയാനുള്ള ഇന്നലെ ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പോഴത്തെ നിലവിലത്തെ അമ്മയുടെ പ്രതിച്ഛായ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്കിടയിൽ വളരെയധികം മോശം രീതിയിലാണ്. ആ ഇമേജ് മാറണം എന്ന് ചേച്ചി. പിന്നെ തീർച്ചയായിട്ടും അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയൊക്കെ വരും. ഇനി അമ്മയെ നയിക്കാൻ ആരാണോ നേതൃത്വം വയ്ക്കാൻ ആര് വരണമെന്ന് ചേച്ചിയുടെ ആഗ്രഹം? അതറിയില്ല മോനെ, കഴിവുള്ളവർ വരട്ടെ. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിവുള്ളവർ വരട്ടെ, അർഹതയും കഴിവുള്ളവർ വരട്ടെ. സപ്പോസ് സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആര് വരണം എന്നാണ് ആഗ്രഹം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. ആരാണെന്ന് വരുന്നതെന്ന് പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. ഒരുപാട് കഴിവുള്ളവരുണ്ട് അമ്മയിൽ, അവർ വരട്ടെ. സൊസൈറ്റി അമ്മയുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൂടുതലും, നല്ല കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പുറത്തുള്ള ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. അത് ചാരിറ്റി ബേസിലുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ പുറത്തും ചെയ്യണം ചാരിറ്റി. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും അമ്മ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതല്ല. അപ്പോൾ അത് ചെയ്യാറുണ്ട്. അമ്മയിൽ ഉള്ളിലുള്ള ആൾക്കാർക്കും ചാരിറ്റി ചെയ്യുന്നുണ്ട്. കൈനീട്ടം കൊടുക്കുന്നുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, സഞ്ജീവനി പദ്ധതി, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിലനിൽക്കണ്ടേ? അമ്മ തകർന്നു കഴിഞ്ഞാൽ അത് ആർട്ടിസ്റ്റുകൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അമ്മ തകർക്കാൻ ആര് വിചാരിച്ചാലും നടക്കത്തുമില്ല. അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ ഉറപ്പുണ്ട്. പിന്നെന്താ.